നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 ഫ്രാക്ഷൻസ് ഇൻ ഡിസ്ക്യൂ. അതിലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. പേജ് നമ്പർ 23-ലും 24-ലും. ഇത് ക്ലാസ് 8-ലെയാണ്. ക്ലാസ് 7, 6 അതുപോലെ തന്നെ 10 വരെയുള്ള എല്ലാ ക്ലാസ്സസിൻ്റെയും വീഡിയോസ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോസ് കാണുക. ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 9. What is the amount we get back if we invest 6,000 rupees at an interest rate of 10% per annum for 40 years? നമ്മൾ 6,000 രൂപ 6,000 റുപ്പീസ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അതിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് 10%, ഒരു ഇയറിൽ 10% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സാധാരണ നമ്മൾ 5 വർഷം 7 വർഷം എന്ന് പറയണം. അതിൽ ഇത് 10 ഇയേഴ്സിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഒന്ന് വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങും ഒന്ന് വിത്ത് കോമ്പൗണ്ടിങ്ങും. നോ കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ വിത്തൗട്ട് കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ ഉപയോഗിക്കണേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PRT/100, അല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുന്ന എന്താ? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? P/1 + RT/100. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ടിങ് ഇല്ലാതെ ദ ഇൻട്രസ്റ്റ് ഗെയിൻഡ് എവറി ടൈം ഈസ് പെയ്ഡ് ബാക്ക്. നമുക്ക് 600 രൂപ കിട്ടണമെങ്കിൽ 600 രൂപ നമുക്ക് അടുത്ത ഇതിലേക്ക് തിരിച്ചു കിട്ടുകയാണ്. Therefore the principal amount of every term remain the same. പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും എല്ലായിടത്തും സെയിം തന്നെയായിരിക്കും, 6,000 തന്നെയായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പം ഈ R/100 നമുക്ക് എങ്ങനെ എഴുതാം? R/100 എന്ന് പറയുമ്പോൾ R% എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് 10/100 ആണ്. 10/100 നമുക്ക് 0 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/10 എന്ന് കിട്ടും. 1/10 എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ നമ്മൾ PRT/100 ചെയ്യാൻ നേരത്തെ ഇവിടെ ഫസ്റ്റ് ഇതിൽ എന്ത് വരും? 6,000 × 0.1 × ഇപ്പം 3 ടേംസാണ് വരുന്നെങ്കിൽ 3 വർഷത്തേക്കാണ് വരുന്നെങ്കിൽ, ഇപ്പം Tക്ക് നമ്മൾ 3 വർഷത്തേക്കുള്ളതാണ് വരുന്നെങ്കിൽ എങ്ങനെ വരും? 6,000 × 0.1 × 3. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഇത്, പിന്നെ ഇതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഇത് രണ്ടും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറൊരു ഇക്വേഷൻ ആയിട്ട് ഇപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് അറിയാൻ പാടില്ല, അതിനെ T ആയിട്ട് എടുക്കുവാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് നമ്മൾ R ആയിട്ട് എടുക്കുവാണെങ്കിൽ, പ്രിൻസിപ്പളിനെ P ആയിട്ട് എടുക്കുവാണെങ്കിൽ എങ്ങനെ വരും? P/R × T. അതായിരിക്കും നമ്മൾ ഈ R/100നെ നമ്മൾ R ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇനി ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? P + സിമ്പിൾ ഇൻട്രസ്റ്റ്, P + P/R × T എന്ന് വെച്ച് കഴിഞ്ഞാൽ P + PRT. PRTയിൽ നിന്ന് Pനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + RT എന്ന് കിട്ടും. അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് P/1 + RT. ഇവിടെ R/100ൽ പെർസെൻറ്റേജിനെ നമ്മൾ പോയിന്റിലേക്ക് ഡെസിമലിലേക്ക് മാറ്റിയിട്ടുള്ള ആൻസർ ആണിത്. A = P/1 + RT. ഇനി അടുത്തത് വിത്ത് കോമ്പൗണ്ടിങ്. വിത്ത് കോമ്പൗണ്ടിങ്ങിന്റെ നമുക്കറിയാലോ, എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് P/1 + R/100 all raised to T. T എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്. അതിന് അവരൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ R/100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10/100 എന്ന് പറയുന്നത് R/100 10/100 എന്ന് പറയുന്നത് 0.1 ആണ് വരുന്നത്. ഇനി 1 + R/100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1 + 0.1. 1 + 0.1 എന്ന് പറയുന്നത് ഏതാണ്? 1.1. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഇവിടെ ഈ P എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 1.1 എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. P/1.1. എത്ര വർഷമാണോ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം T 1 ഇയർ ആകുമ്പോൾ അത് P/1.1. ഇവിടെ 6,000 × 1.1. 2 വർഷം ആകുമ്പോൾ എന്ത് വരും? 6,000 × 1.1 × 1.1. 3 വർഷം ആകുമ്പോഴത്തേനും എത്ര വരും? 6,000 × 1.1 × 1.1 × 1.1. അപ്പം T ഇയേഴ്സ് ആകുമ്പോൾ അത് T ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 6,000 × 1.1 all raised to T എന്നാണ് വന്നത്. ഇനി നമ്മൾ അത് ഇക്വേഷനിലേക്ക് മാറ്റുകയാണ്. 6,000ന് പകരം നമ്മൾ P കൊടുക്കുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 1 + R. അടുത്ത വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഇയർ വരുമ്പോൾ P/1 + R × 1 + R. പിന്നത്തെ ഇയറിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ വർഷം എന്ന് പറയുമ്പോൾ P/1 + R × 1 + R × 1 + R.
ഇനി ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ ടി ഇയേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ വരും? അത് പി ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു ടി എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഇതാണ് ടോട്ടൽ എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. വിത്ത് കോമ്പൗണ്ടിങ് വരുമ്പോൾ പി ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു 3യും വിത്തൗട്ട് കോമ്പൗണ്ടിങ് വരുമ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ടിയും ആയിരിക്കും വരുന്നത്. ഇവിടെ ആറും ടിയും മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ടി എന്ന് പറയുന്നത് 1 പ്ലസ് ആറിന്റെ പവർ ആയിട്ടാണ് വന്നത്. എക്സ്പോണൻഷ്യൽ ഫോമിലാണ് വന്നത്, മറ്റേത് ലീനിയർ ഫോമിലാണ് വന്നത്. ഓർക്കുക, വിത്ത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്, വിത്ത് കോമ്പൗണ്ടിങ് ഏത് ഫോമിലായിരിക്കും? എക്സ്പോണൻഷ്യൽ ഫോം, പവർ ആയിട്ടായിരിക്കും വരുന്നത്. അല്ലാതെ വിത്തൗട്ട് കോമ്പൗണ്ടിങ് ആണെങ്കിൽ അത് എന്ത് വരും? ലീനിയർ ഫോമിൽ വരും. എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. എ എക്സ് പ്ലസ് ബി ലീനിയർ ഇങ്ങനെയല്ലേ വരുന്നത്? എക്സിന്റെ പവർ 1 ആയിട്ടായിരിക്കും വരുന്നത്. ഇത് ലീനിയർ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതില് ഫോർത്ത് നമ്മൾ 1 മുതൽ 3 വരെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 4th മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാസ്മിൻ ഇൻവെസ്റ്റ് ആൻ എമൗണ്ട് P for 4 years at the interest of 6% per annum. Which of the following expression describe the total amount she will get after 4 years when compounding is not done? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ടിങ് ഈസ് നോട്ട് ഡൺ എന്ന് പറയുമ്പോൾ ഏതാ വന്നേക്കണേ? വിത്തൗട്ട് കോമ്പൗണ്ടിങ് ആണ് ചോദിച്ചേക്കണേ. വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? ടോട്ടൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എമൗണ്ടിന്റെ ഫോർമുല എന്നാണ്? പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു ടി. അപ്പൊ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേച്ചാൽ മതി. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ടി എന്ന് പറയുന്ന 4 years ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാൻ പാടില്ല, അത് പി തന്നെ ആയിട്ട് എടുക്കുക. ആർ ബൈ 100 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, 6% ആണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ എഴുതും? പി ഇൻറ്റു 1 പ്ലസ് 6/100 ഇൻറ്റു 4. അപ്പം ഇതെന്ന് പറയുമ്പോൾ പി ഇൻറ്റു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ പിന്നകത്തേക്ക് എടുക്കുവാണെങ്കിൽ പി പ്ലസ് പി ഇൻറ്റു 6/100 ടൈംസ് 4. കാരണം ഇവിടെ ആൻസർ അല്ലാതെ കണ്ടുപിടിച്ചിട്ടില്ല, പിയുടെ ടൈമിൽ തന്നെയാണ്. 6/100 നമുക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു 0.06 ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പം ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത് പി പ്ലസ് പി ഇൻറ്റു 0.06 ടൈംസ് 4. നമുക്കിവിടെ 7th ഓപ്ഷൻ ആയിട്ടായിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇക്വേഷൻ. എമൗണ്ട് എന്ന് പറയുമ്പോൾ പി പ്ലസ് ഐ കൊടുക്കുക, പി പ്ലസ് പി ഇൻറ്റു ആർ ബൈ 4 ഇൻറ്റു 100. ഇവിടെ നമുക്ക് 0.24 കൊടുക്കാം. അങ്ങനെ ഒരു 0. പി പ്ലസ് 0.24, ഇതിപ്പം 0.06 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 0.24 എന്ന് കിട്ടും. അപ്പം 1p പ്ലസ് 0.24p എന്ന് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1.24p എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. 1+ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. അപ്പം ഈ ആൻസറും കറക്റ്റ് ആണ്. ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ, 7th ഓപ്ഷൻ മാത്രമേ വന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ അല്ല, അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുകയാണ്, 1.24 ടൈംസ് പി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ എഴുതാം. ഇപ്പം ഇത് ചോദിച്ചേക്കണം 1.24 പി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, ദ പോസ്റ്റ് ഓഫീസ് ഓഫീസ് ആൻഡ് ഇൻട്രസ്റ്റ് 7% പെർ ആനം. അപ്പൊ നമുക്ക് R% എത്രയാണ് എഴുതാം? 7% എഴുതാം. ഹൗ മച്ച് ഇൻട്രസ്റ്റ് വുഡ് വൺ ഗെറ്റ് ഇഫ് വൺ ഇൻവെസ്റ്റഡ് 50,000? അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 50,000. തന്നിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ എഴുതാം. നമ്പർ ഓഫ് ഇയേഴ്സ് ടി എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 ആണെന്ന് തന്നിട്ടുണ്ട്. വിത്തൗട്ട് കോമ്പൗണ്ടിങ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വുഡ് വൺ ഗെറ്റ് ഇഫ് ഇറ്റ് വർ കോമ്പൗണ്ടഡ്? കോമ്പൗണ്ടഡ് ആവുമെങ്കിൽ എന്തോരം കൂടുതൽ കിട്ടുമെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ പിയും ടിയും എല്ലാം തന്നിട്ടുണ്ട്. നമുക്കിടെ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് PRT/100. അപ്പൊ പി എന്ന് പറയുമ്പോൾ 50,000 ഇൻറ്റു 7 ഇൻറ്റു 3. ഈ 100ഉം ഈ 100ഉം കൂടി വിട്ടുക. 7 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 21. 21 ഇൻറ്റു 500 ചെയ്യുമ്പോൾ നമുക്ക് 10,500 കിട്ടും. ഇനി എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് അറിയാലോ.
എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ 50,000, അതിൻ്റെ കൂടെ 10,500 കൂടി ആഡ് ചെയ്യുമ്പോൾ 60,500 കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വിത്ത് കോമ്പൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പൾ. ഇവിടെ വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. വിത്ത് കോമ്പൗണ്ടിങ്ങിൽ നേരിട്ട് എമൗണ്ട് കണ്ടുപിടിക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് P × 1 + R/100 ഹോൾ റേസ് ടു T. അപ്പം P × 1 + 7/100 ഹോൾ റേസ് ടു 3. 7/100 എന്ന് പറയുമ്പോൾ 0.07. 1 + 0.07 എന്ന് പറയുമ്പോൾ എത്രയാണ്? P × 1.07 ഹോൾ റേസ് ടു 3. P എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ 50,000 × 1.07 എത്ര ടൈംസ് ചെയ്യണം? 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് 61,252.15. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണില്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണേ? ടോട്ടൽ എമൗണ്ട്, നമുക്ക് എന്തൊരു എമൗണ്ട് ആണ് കിട്ടിയ ആ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ എമൗണ്ട് കിട്ടിയത് 61,252.15. അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യാം? 50,000 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇനി നമുക്കിടെ അടുത്ത് ചോദിച്ചേക്കണ എന്താ? ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? വിത്ത് കോമ്പൗണ്ടിങ്ങും വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങും. വിത്ത് കോമ്പൗണ്ടിങ് എന്തോരം കൂടുതലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ അല്ലാതെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 10,500 ആണ് കിട്ടിയത്. കോമ്പൗണ്ട് വിത്ത് കോമ്പൗണ്ടിങ് ചെയ്തപ്പോൾ നമുക്ക് 11,252.15 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 752.15 കിട്ടും. അപ്പം എത്ര രൂപ കൂടുതൽ കിട്ടി? 752.15 rupees ആണ് വിത്ത് കോമ്പൗണ്ടിങ്ങിൽ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഇത് സിമ്പിൾ. ആ ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഗിരിധർ ബോറോസ് എ ലോൺ ഓഫ് 12,500. അപ്പോൾ P നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 12% പെർ ആനം. അപ്പോൾ റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 12/100. എത്ര വർഷത്തേക്കാണ്? 3 ഇയേഴ്സിലേക്ക്. അപ്പോൾ T എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതാണ്? വിത്തൗട്ട് കോമ്പൗണ്ടിങ് ആണ്. ആൻഡ് രാഘവ, ഗിരിധർ വിത്തൗട്ട് കോമ്പൗണ്ടിങ് ആണ് വാങ്ങിച്ചത്. രാഘവ സെയിം എമൗണ്ട് തന്നെ. രാഘവയുടെയും എമൗണ്ട് 12,500 തന്നെയാണ് വന്നത്. അവിടുത്തെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. അയാൾ 3 വർഷത്തേക്ക് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. അങ്ങനെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആരായിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗിരിധറിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്ത് വെച്ചാൽ മതി? നമ്മൾ PRT/100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 12,500 × 12 × 3/100. അപ്പോൾ 4,500. ഗിരിധർക്ക് 4,500 ഇൻട്രസ്റ്റ് കൊടുത്തേച്ചാൽ മതി. രാഘവന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? എമൗണ്ട് എന്ന് പറയുന്നത് P × 1 + R/100 ഹോൾ റേസ് ടു T. R എന്ന് പറയുമ്പോൾ 10/100. അപ്പോൾ 1 + 0.01 എന്ന് വരും റേറ്റ്. അപ്പോൾ 1.01 എന്ന് വരും. 1.01 നമ്മൾ എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം? 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്കിത് 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.1 ആട്ടോ തന്നെ. സോറി, 1.01 അല്ല, 1.1. കാരണം ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ. 10/100 നമുക്ക് ഒരു 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1/10 എന്ന് വരും. 1/10 എന്ന് പറയുന്നത് 0.1. ഇനി 1 + 0.1 എന്ന് പറയുമ്പോൾ 1.1. 1.1നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 11 × 11 എന്ന് പറയുമ്പോൾ 121. 121 × 11 എന്ന് പറയുമ്പോൾ 1,331. ഒന്നുകിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക, അല്ല പോയിന്റ് ഇട്ടാൽ ചെയ്യുന്നെങ്കിൽ എത്ര വരും? 1.331 എന്നുണ്ട്. അത് × 12,500 ചെയ്യുമ്പോൾ 16,637.5 കിട്ടും. ഇത് രാഘവിന്റെ ടോട്ടൽ എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണ്ടേ? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,137.50. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇൻട്രസ്റ്റ് കുറവ് ആർക്കായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആർക്കായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്? ഗിരിധറിനായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. സാധാരണ വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിലാണ് വരുന്നതെങ്കിലും പക്ഷെ ഇവിടെ വ്യത്യാസം വരാൻ ഒരാൾ 12% പലിശയ്ക്കും ഒരാൾ 10% പലിശയ്ക്കുമാണ് വരുന്നത്. അപ്പം രാഘവിന്റെയും ഗിരിധറിന്റെയും കൂടി ഇൻട്രസ്റ്റുകൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, ആദ്യത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും പിന്നത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 362.50 കൊടുക്കും. അപ്പം ആർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്?
ഗിരിധറിന് കൂടുതൽ കൊടുക്കണം. എത്ര രൂപ കൊടുക്കണം? 362.5 രാഘവനേക്കാളും കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇനി 7th question. Consider an amount of ₹1,000. If this grows at 10% per annum, how long it will take to double when the compounding is done versus when compounding is not done? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നോക്കുക. 1000 രൂപ ഡബിൾ ആവും. 1000 രൂപയുടെ ഡബിൾ എന്ന് പറയുമ്പോൾ എത്ര രൂപയാവും? 2000 ആവും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. 10% ആണ് വന്നേക്കുന്നത്. Is compounding an example of exponential growth and not compounding in an example of linear growth? അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ആണ്, നോട്ട് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ലീനിയർ ആണ്. കാരണം ഇത് വരുന്നത് P × 1 + RTയും മറ്റേത് എക്സ്പൊണൻഷ്യലിന്റെ ഫോമിലാണ് വരുന്നത്. P × 1 + R all raised to T ആണ് വരുന്നത്. ഇനി 1000 20,000 ആവും. അപ്പൊ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നതാണ് എത്ര വരുന്നത്? ഇവിടുത്തെ എമൗണ്ട് ആണ് 2000 വരുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാലോ. ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന രൂപ എന്ന് പറയുന്നത് 1000 രൂപയാണ്. കൺസിഡർ ആൻ എമൗണ്ട് ഓഫ് ₹1000 ആണ്. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എമൗണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ 2000 - 1000 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 1000 ആണെന്ന് കിട്ടും. അപ്പൊ അവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. I is equal to PRT/100. R എത്രയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ 1000 is equal to പ്രിൻസിപ്പൽ 1000 ആണ് വന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. T ആണ് നമുക്ക് അറിയാൻ പാടുള്ളത്. 10% ആണ് തന്നിട്ടുണ്ട്. അപ്പൊ R എന്ന് പറയുന്നത് 10/100 × T. ഈ 2 സീറോയും ഈ 2 സീറോയും വെട്ടാം. പിന്നെ ഇത് 100ഉം ഇത് 1000 വരുന്നത്. അപ്പൊ 1000 is equal to 100T എന്നാണ് വരുന്നത്. 100 ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 1000 / 100 ഈക്വൽ ടു T എന്ന് പറയും. 2 സീറോസ് കിട്ടുമ്പോൾ T എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടും? 10 years. അപ്പൊ 10 വർഷം കൊണ്ടാണ് എന്താവുന്നത്? ഇത് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഡബിൾ? ഹൗ ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആണ് ചോദിച്ചേക്കുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷം കൊണ്ടാണ് ഇത് ഡബിൾ ആവുന്നത്? വിത്തൗട്ട് കോമ്പൗണ്ടിങ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എത്തി കഴിയുമ്പോൾ അത് എത്ര വർഷം എടുക്കും? 10 വർഷം എടുക്കും അത് ഡബിൾ ആവാനായിട്ട്. 1000 രൂപ 2000 ആവാനായിട്ട് 10 വർഷം എടുക്കും. ഇനി വിത്ത് കോമ്പൗണ്ടിങ് നോക്കുക. വിത്ത് കോമ്പൗണ്ടിങ്ങിന്റെ അകത്തും ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 2000 ആണ്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1000 ആണ്. ഇൻറ്റു 1 + 10/100. ഈ 0 വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1.1 ആണ് കിട്ടും. പിന്നെ ഈ 1000നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1 + 0.1 all raised to 2 is equal to 2000/1000 എന്ന് വരും. 2000/1000 എന്ത് ചെയ്ത് ഇത് വെട്ടിപ്പോകും. പിന്നെ 2 ഉള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1.1 raised to n TO ഈക്വൽ ടു 2 നോക്കുക. എപ്പോഴാണ് 2000 കിട്ടുന്നത് അത്രയും വട്ടം ഈ n നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. 1.1 × 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 121. അപ്പൊ 1.21 നമ്മളിങ്ങനെ ചെയ്തു നോക്കാനേ പറ്റുള്ളൂ. 1.1 raised to 3 വരുമ്പോൾ 1.331. ഇനി 1 raised to 4 ചെയ്യുമ്പോൾ 1.46. 1.1 × 5 ചെയ്യുമ്പോൾ 1.6. 1.1 raised to 6 ചെയ്യുമ്പോൾ 1.77. 1.1 raised to 7 ചെയ്യുമ്പോൾ 1.94. 1.1 raised to 8 ചെയ്യുമ്പോൾ 2.14. അപ്പൊ 2000 കൂടുതൽ എത്രാമത്തെ വർഷത്തിലാണ് വന്നത്? 8ാമത്തെ വർഷത്തിലാണ് വരുന്നത്. T 8 years ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2000 രൂപയെ കൂടുതൽ കിട്ടണത്. അപ്പൊ ഏകദേശം ഇതിന്റെ അടുത്ത് വരും. ഒരു 7 മുതൽ 8 വർഷത്തിന്റെ ഇടയ്ക്കാണ് ഈ 2000 എന്ന് പറയുന്ന രൂപ വരുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് എപ്പോഴാണ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വർഷത്തിന്, ഒരു 7.5 വർഷം അല്ലെങ്കിൽ 8 വർഷത്തിനോട് അടുത്തോ ആവാറ്, നിയറസ്റ്റ് ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.14 കിട്ടും. അപ്പം വേണമെങ്കിൽ നമുക്ക് T is equal to 8 എന്ന് എഴുതാം. നമ്പർ ഓഫ് ഇയേഴ്സ് 8 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ 7 and 8 years. വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിന്റെ അകത്ത് 10 വർഷവും വിത്ത് കോമ്പൗണ്ടിങ്ങിന്റെ അകത്ത് 8 വർഷം കൊണ്ടും ഇത് നമുക്ക് കിട്ടും. ഇനി അടുത്തത്, പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഈസ് റൈസിങ് എബവ് 3% എവറി ഇയർ. ഈ റൈസിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുക, ഇൻക്രീസിങ്, ഡിക്രീസിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുക്കൂല. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്ത് വരും? P × 1 + R/100 all raised to 3. 6 തന്നിട്ടുണ്ടല്ലോ, 3%.
P തന്നിട്ടുണ്ട്. ഇഫ് ദ കറന്റ് പോപ്പുലേഷൻ ഈസ് 1.5 crore. അപ്പോൾ നമ്മൾ 1.5 എഴുതി വെച്ചാൽ മതി, ക്രോർ എഴുതാൻ നിൽക്കണ്ട. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് പോപ്പുലേഷൻ ആഫ്റ്റർ 3 years? നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട് 3 വർഷം. ഇപ്പോഴത്തെ പോപ്പുലേഷൻ 1.5 crore ആണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ എന്തോരം പോപ്പുലേഷൻ ആവും? പോപ്പുലേഷൻ ഓരോ ഇയറും 3% കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.5 into 1 plus 3/100. അതെന്ന് പറയുമ്പോൾ 1.03 all raised to 3 into 1.5. 1.5നെ ഇതും കൊണ്ട് 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യാം. 1.03 3 times മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.639 crores എന്നാണ് വന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കാൻ ടൈം എടുക്കും, കാരണം 3 വട്ടം ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. പിന്നെ ഏകദേശ ധാരണ ഉണ്ടാവണം നമുക്ക്. 1 ആണ് നമ്മൾ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 1.5നോട് നിയറർ ആയിട്ട് തന്നെ ആൻസർ വരുള്ളൂ. അപ്പം 3 വർഷം കഴിയുമ്പോൾ 1.639 crore ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ഇതും നോക്കിക്കേ. ഇൻ എ ലബോറട്ടറി ദ നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻ എ സർട്ടൻ എക്സ്പീരിയൻ ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2.5% per hour. പെർ അവറിൽ 2.5% ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയും നമ്മൾ എന്ത് തന്നെ കൊടുക്കുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല കൊടുക്കുക, വിത്ത് കോമ്പൗണ്ടിന്റെ നോക്കുക, കാരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം A is equal to P into 1 plus R by 100 all raised to T. R എന്ന് പറയുന്നത് എത്രയാ? 2.5%. എത്ര മണിക്കൂറത്തേക്കാണ് വരുന്നത്? 2 മണിക്കൂറത്തേക്കാണ്. അപ്പം T എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2.5% കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബാക്ടീരിയ അറ്റ് ദ എൻഡ് ഓഫ് 2 hours. ഇത് പെർ അവറിലാണ് 2.5% കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ എന്തോരം ബാക്ടീരിയ ആയിരിക്കും? ഇപ്പോൾ ബാക്ടീരിയയുടെ എണ്ണം 5,06,000 ആണ്. അപ്പോൾ നമ്മൾ പിക്ക് എന്ത് കൊടുക്കുക? 5,06,000 കൊടുക്കുക. 1 plus 2.5/100 ഹോൾ സ്ക്വയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ 2.5നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് പോകണമല്ലോ. ഇവിടെ 2 ഡിജിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ സീറോയും കൂടി കൊടുക്കുക. 0.025 എന്നായിരിക്കും വന്നത്. 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1ന്റെ താഴെയല്ലേ ആഡ് ചെയ്യണേ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.025 എന്ന് കിട്ടും. 1.025 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ആൻസർ വരുമ്പോൾ 5,31,616.25. അല്ലെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്ത് ഇങ്ങനെ എഴുതിയാലും മതി. അപ്പം 2 മണിക്കൂർ കഴിയുമ്പോൾ ഇത്രയും ബാക്ടീരിയ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഇത്രയും ബാക്ടീരിയയുടെ ഇതൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യാതെ ഓർക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ച് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 10th വീഡിയോ എല്ലാവരും കാണുക. 9th പുതിയ പോർഷനാണ്, അതിൻ്റെയും വീഡിയോ കാണുക. പിന്നെ ഗ്രേഡ് 6 ഓൺവേർഡ്സ് ഉണ്ട്, CBSEയുടെ എല്ലാം കാണാം. ഓക്കെ, താങ്ക് യു. ഇതിൽ മിക്കതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സസൈസ് വളരെ എളുപ്പമാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഇക്വേഷൻ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പെർസെൻറ്റേജ് ഉണ്ടോ എന്ന് നോക്കുക. ആദ്യം തരുന്നത് പ്രിൻസിപ്പൾ ആയിരിക്കും. പിന്നെ T എന്ന് പറയുന്ന ഇയേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എളുപ്പമല്ലോ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ബൈ.